साइकिल है। ये देखने में कैसे है? हाँ वो हल्की है बहुत। हल्के साल में उठा कर दिखाओ। बीली तो मारी थी इससे मैंने। बीली तो मारी थी मैंने इससे, देखी नहीं तुमने? वाह अपन देखो कहीं ना मस्त है ना? कौन सी अच्छी लगी ज्यादा? मुझे इनकी बहुत अच्छी लगती है। हाँ इवने निन्ने ये साइकिल निन्ने भयंकर इष्टപ്പെട്ട ये साइकिल। क्या बोला आपने? बोला कि तेरे को ये बहुत अच्छी लगती है साइकिल और ये भी। ये भैया भी देख, ये है ना ये देख, इसमें पता है क्या है? यहाँ से खोलो और टायर निकाल लो। देख ये देख कस रहा है ना, देख अपने हिसाब से कस रहा है। ये सीट का है ना आपका ऐसे ही? ജെറ്റിലെ എല്ലാവർക്കും നമ്മുടെ കേരള ടു കാശ്മീർ റൈഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിപ്പോൾ ഒരു ഊബറിലാണ് വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ ഡെക്കാത്തലോണിലേക്കാണ്. ഇവിടെ ഗാവറിൻ്റെ സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും ഈ ഒരു സ്റ്റാൻഡ് പൊട്ടിയത്. അപ്പോൾ ഈ സ്റ്റാൻഡ് ഡെക്കാത്തലോണിൽ കൊണ്ട് മാറ്റണം. ഒരു കൊല്ലം വാറണ്ടി വേണം. പിന്നെ അവിടെ കൂട്ട് ചേഞ്ച് ചെയ്യിക്കണം. പിന്നെ അതേപോലെ ആശിമിന് കാരിയർ എടുക്കണം. കാരിയർ ബാക്കത്തെ പൊട്ടിപ്പോയില്ല. നമുക്ക് അവിടെ വാങ്ങിയിട്ട് കുറച്ച് പർച്ചേസ് ജാക്കറ്റ് എടുക്കണം. പിന്നെ നമ്മൾ പറഞ്ഞ ലോഗോ സെറ്റ് ചെയ്യാൻ പോകണം. ലോഗോ ഞാൻ വേറെ ഒരാൾക്ക് ഓർഡർ കൊടുത്തിട്ടുണ്ട്. ആ ലോഗോ വന്നു കഴിഞ്ഞിട്ട് നേരെ പ്രിൻ്റ് ഔട്ട് കൊടുക്കണം, സ്റ്റിക്കറാക്കണ്ടേ. അപ്പോൾ അതിനുള്ള പരിപാടി നോക്കണം. പിന്നെ അവിടെ നേരെ കുറച്ച് ജാക്കറ്റും കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു റൂട്ടിലാണ് നമ്മൾ നേരെ നേരെ ഡെക്കാത്തലോണിലേക്ക് പോകുന്നത്. നമ്മൾ നേരെ ഡൽഹി ഡെക്കാത്തലോണിലെത്തി. ഇവിടെ കാണുന്ന ഡെക്കാത്തലോണ് നമ്മൾ വന്ന ഊബറാണ് കേട്ടോ. മറ്റേ ഇനി വാഗ്നറിലാണ് വന്നത്. എന്തായാലും നമ്മളെത്തി. പിന്നെ ഡെക്കാത്തലോണ് പോട്ടെ, കാരിയർ പർച്ചേസ് ചെയ്യണം. പിന്നെ അതേപോലെ സ്റ്റാൻഡ് ചേഞ്ച് ചെയ്യണം. അതായത് നമുക്ക് നേരെ ഉള്ളോട്ട് പോകാം. നമ്മളത് ലിഫ്റ്റ് ഒന്നും ഇല്ലാവും, വർക്ക് ചെയ്തല്ല ഇല്ലാവും. അത് പോകും. നേരെ ഡെക്കാത്തലോണ് പോട്ടെ. നീ ഇവിടെ തന്നെ ഇത് സംഭവത്തി എൻട്രൻസ് ആണ്. എനിക്ക് സാധനം പർച്ചേസ് ചെയ്യും. എന്തല്ല കുറച്ചായിട്ട് ഞാൻ ഡെക്കാത്തലോണിലും വർക്ക്ഷോപ്പിലൊക്കെ ഇരുന്നായിരുന്നു കയറുന്നത്. വെൽക്കം. സാനിറ്റൈസറൊക്കെ ഉണ്ട് കേട്ടോ എല്ലായിടത്തും കയറുമ്പോൾ, സേഫ്റ്റിയിലാണ്. മുന്നിൽ തന്നെ ഷോ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ സാധനം. ക്യാരി ബാഗ് 10 രൂപ. ആ സ്റ്റാൻഡ് എടുത്താണ്. ആ പവർ ബാങ്ക് കൊടുക്കുക. പവർ ബാങ്കും കേബിളും. ഇവിടെ സൈക്കിൾസും കാര്യങ്ങളൊക്കെ നല്ല സ്റ്റോക്കുണ്ട് കേട്ടോ. അപ്പോൾ സൈക്കിൾസ് കുറവാണ്. നമ്മളെ ബാംഗ്ലൂർ ഹൈദരാബാദ് കണ്ടതിനെ കാട്ടി കുറവാണ്. എന്ത് JC അല്ലേ? ആ സ്റ്റാൻഡാണ്. എന്തായാലും നമ്മൾ അവിടെ പോയിട്ട് അവിടെ വരട്ടെ. ഓക്കെ, നമ്മൾ ആദ്യം പറഞ്ഞപ്പോൾ അവർ മാറ്റിയില്ല, പറഞ്ഞു കിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പം ഇങ്ങോട്ട് വാ, ഇവരിപ്പം പറഞ്ഞ് റീഫണ്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അത് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഇപ്പം ജാക്കറ്റ്സ് ഏതൊക്കെ കിട്ടുമെന്ന് നോക്കണം. നമുക്ക് മുകളിലൊക്കെ അല്ലേ പോകണം, നോക്കട്ടെ. ചിലപ്പോൾ ഇവിടുന്ന് വാങ്ങും, അല്ലെ പുറത്ത് എഴുതുന്ന വാങ്ങാം. ആശി മരിച്ച് ഷൂ നോക്കുന്നുണ്ട് അല്ലേ? നമ്മൾ നോക്കുന്നുണ്ട്. എടാ ഒരു 39 വേണോടാ. 39 വേണം. വേണ്ടേ? റെഡിയാണോടാ? 39 ടൂക്ക് ഫിറ്റ് ചെയ്ത് നോക്ക്. ഫിറ്റ് ചെയ്യാൻ പൈസ കൊടുക്കണ്ടല്ലോ.
എല്ലാവരും ചോദിക്കണ്ടേ എങ്ങനെയാണ് വ്ളോഗ് ചെയ്യണമെന്ന്. ഐഫോണിലാട്ടോ. അങ്ങനെ കുറേ ചുറ്റിക്കറങ്ങി നടക്കുന്നുണ്ട്. എന്തൊക്കെ വാങ്ങുന്ന ആലോചിച്ചെടുക്കാണ്, എന്തൊക്കെ കളിക്കാൻ പറ്റുമെന്ന് ആലോചിക്കുന്നുണ്ട്. കൊടക്കത്ത് കളിക്കണം, കൊടക്കാൻ. ആശാൻ എന്തൊക്കെ കാണിക്കുന്നുണ്ട്. ആശാന അതിലൊരു കവറുണ്ട് ആശാനെ. യോ മാൻ, അതിന്റെ വില എത്ര? 700 രൂപ. നാട്ടിൽ പോയ ഒരു കാലം കൂടെ ഒരു 200 രൂപ കിട്ടും. ആ 100 രൂപ കിട്ടുന്നുണ്ടോ? എന്തായാലും നോക്കട്ടെ എന്തൊക്കെയാ വാങ്ങണത്. എന്തായാലും നോക്കട്ടെ എന്തൊക്കെ പർച്ചേസ് ചെയ്യാം. ഓക്കെ, നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇവിടെ ആസാന്റെ ഒക്കെ ഒരു ബിറ്റാട്ടോ. ആവശ്യമില്ലാത്ത സാധനത്തിലൊക്കെ കയറും. സ്കേറ്റിംഗ് ബോർഡിന്റെ മുകളിൽ കയറിപ്പോ മറന്നിട്ട് വീണു. എന്തായാലും നമുക്ക് പർച്ചേസ് നോക്കട്ടെ എന്തൊക്കെ വേണം നോക്കട്ടെ. നമുക്ക് വൈകിട്ട് നേരെ നമുക്ക് വിശാൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോകാം. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് തണുപ്പിന് വേണ്ടിയിട്ടുള്ള ജാക്കറ്റ് കിട്ടും. അപ്പം ഷായിൽ അവിടെ നിന്ന് വാങ്ങിയിട്ട് 999 അങ്ങനത്തെ റേറ്റ് വന്നിട്ട് അപ്പോൾ അവിടെ പോയിട്ട് നല്ല ജാക്കറ്റ് കിട്ടും. ഇവിടെ എന്നാൽ ക്വാളിറ്റി കുറവ്, ഓവർ നമുക്ക് മൈനസിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. അത് നല്ല റേറ്റ് ആണ്. 999 സ്റ്റാർട്ടിങ് വരുന്നുണ്ട്. തണുപ്പ് കുറഞ്ഞത് നോർമലിന്. അപ്പം തണുപ്പത്ത് യൂസ് ചെയ്യാൻ പറ്റിയ 1000 സംതിങ്ങാനുള്ളൂ. അപ്പോൾ അവിടെ എന്തായാലും പോയി നോക്കാം. കുട്ടികളെ കളി കളിക്കണ്ടില്ലേ? പറ്റൂല്ലെങ്കിൽ ഇറങ്ങി പോടാ. ആ കുടുക്കി. എനിക്ക് തോന്നണതേ ഇപ്പൊ ഡെക്കാത്തലോണ്ട് ഇപ്പൊ നമ്മളെ പിടിച്ച് പുറത്താക്കുന്നതാണ്. അപ്പോൾ എന്തായാലും നമ്മൾ കുറച്ച് നേരം കളിച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് നേരെ പോട്ടെ. എല്ലാ പരിപാടിയും കഴിഞ്ഞ്. അതെ, ആകെ 3 കാറുണ്ട്. കാരിയറുണ്ട്, ഷൂ ഉണ്ട്, അവിടെ സ്റ്റാൻഡുണ്ട്, പമ്പുണ്ട്, പ്രഷർ ചെക്ക് ചെയ്യാനുണ്ട്, സാധനങ്ങളൊക്കെ എന്തായാലും ഒക്കെ വാങ്ങിയിട്ട് നേരെ നമുക്ക് എടാ സ്ഥലത്തിന് വരുന്നേനി അല്ല മറ്റേ പോവാളെ വിശാൽ. അപ്പോൾ വിശാൽ മെഗാമോളെ. അതെ, അവിടേക്ക് പോവാം. അവിടെ ഗ്ലൗസ് ഉണ്ടേ? എന്തോടെ ഇനി ഫുള്ള് തണുപ്പത്തല്ലേ കളി. അങ്ങ് കുളുവിലാണ് ഞങ്ങളെ കളി. കുളുവിലാണ് കളി. എന്തായാലും നമുക്ക് പോവാം. സൈക്കിൾസൊക്കെ എല്ലായിടത്തും കുറവാട്ടോ. ബിറ്റ്വീൻ്റെ മൈ ബൈക്ക് ഉണ്ട്, റോക്ക് റൈഡർ ഉണ്ട്, അതൊക്കെ തന്നെ ഉള്ളൂ. റോഡ് ബൈക്ക് ആ ടൈപ്പൊന്നും ഇല്ല. നമുക്ക് ഹൈദരാബാദ് പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്നു, പക്ഷെ ഇവിടെ സ്റ്റോക്കില്ല. എന്തായാലും നമുക്ക് പർച്ചേസ് ചെയ്തിട്ട് പോവാം. പർച്ചേസൊക്കെ ചെയ്ത് കഴിഞ്ഞ് നേരെ അപ്പം നമ്മൾ ഇന്നലെ ബ്രോസ്റ്റഡ് കഴിച്ചില്ലേ, വീട്ടിലേക്ക് വാങ്ങാൻ വെച്ചു. എന്തായാലും അപ്പുറത്തെ സൈഡാണ് KFC ചെയ്തത്. അപ്പോൾ അവിടെ പോയിട്ട് വാങ്ങാം. ഇത് ഷോപ്പിംഗ് മാളാടാ? ആ, ഇത് സെന്ററാ, ഹാബിറ്റൽ സെന്റർ. അവിടെ ഒരു മോളുണ്ട്, ക്ഷിപ്ര മോൾ എന്ന് പറഞ്ഞിട്ട്. ഇത് ഇന്ദിരാപുരം. അതെ, ഇവിടെയൊക്കെ നമ്മളെ നാട്ടിൽ ഉത്സവം പോലെ അത് കച്ചവടമൊക്കെ. അതേപോലെ മോളാട്ടോ KFC. അതാ കാണാം. ക്ലോസ്ഡ് ആടാ? അല്ലല്ലേ? അല്ല, ഈ ലോക്ക്ഡൗൺ കഴിഞ്ഞപ്പോൾ ഒരാൾ ഇവിടുന്ന് ബിസിനസ് വിട്ടുപോയി. കാരണം ബാങ്ക് കറപ്റ്റ് ആയതുകൊണ്ടാണ് അവർ വിട്ടുപോയത്. പിന്നെ അത്രയും ലാഭമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കോവിഡ് കാരണം ആരും അത്രയും ഷോപ്പിംഗ് ഒന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല. KFC ഇവിടെ ഉണ്ട്, എന്തെങ്കിലും വാങ്ങാം. പിന്നെ പപ്പക്ക് ബർഗർ കുറച്ച് നോക്കാം. ഇവിടെ ആശയം ഓക്കെ. എന്തായാലും കയറി പർച്ചേസ് ചെയ്യാം. എന്തായാലും കാരിയർ, ഷൂ, അവിടെയുള്ള സ്റ്റാൻഡ് മാത്രമേ വാങ്ങിക്കുള്ളൂ. ഫുള്ള് നെയ്തി കച്ച് കാലി. ബക്കറ്റ് വാങ്ങിക്കോ. കോളുള്ള വേണോ? കോളുള്ള വേണോ? വീട്ടിലേക്ക് അല്ല, കോളുള്ള വാങ്ങണോ? അല്ലെങ്കിൽ
നേരെ ക്യാപ്സിയൊക്കെ വാങ്ങി നേരെ വീട്ടിലെത്തി. ജാക്കറ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് വിശാൽ മാർട്ട് എന്ന് പറഞ്ഞ കച്ചവടമാണ്, മെഗാ മാർട്ട്. അപ്പോൾ ഇവിടെ പോയിട്ട് ജാക്കറ്റ് നോക്കട്ടെ, എന്തായാലും പോയിട്ട് വാങ്ങാം. അപ്പോൾ നമ്മുടെ കൂടെ വേറെ 2 ആൾക്കാരുണ്ട്, പരിചയപ്പെടുത്തിക്കോ. മാസ്ക് മാറ്റ്, പരിചയപ്പെടുത്തിക്കോ. ഹായ്, എൻ്റെ പേര് അഭിരാമി. ഇത് ഹലോ, എൻ്റെ പേര് ശ്രദ്ധ, നമ്മളെ ഷാവലിൻ്റെ സിസ്റ്ററാണ്. അപ്പോൾ എന്തായാലും ഇത് നമ്മുടെ എഴുതിയാലോ കേരള ടു കശ്മീർ സബ്സ്ക്രൈബ് ആയിട്ടൊക്കെ അതെ സബ്സ്ക്രൈബ് ആയിട്ടൊക്കെ. അപ്പോൾ എന്തായാലും നമ്മളിവിടെ നേരം കയറിയിട്ട് ജാക്കറ്റോ കേട്ടോ. ഇതെന്താ 39 റുപ്യ, 39,899 ജാക്കറ്റ്. ഇതാണ് നമ്മൾ എടുക്കണ്ടേ? അല്ലല്ലോ, ഇങ്ങനത്തെ നോക്കിക്കോ, ഇതിലുണ്ടാവും. ഉള്ളിലുണ്ടാവില്ല വേറെ കളിച്ചേ, അത് ഉള്ളിൽ പോയേക്കാം. എന്തായാലും ഉള്ളിൽ പോയേക്കട്ടെ. ഉള്ളു നല്ല ചീപ്പ് റേറ്റ്. ബാഗ് എടുത്തേക്കട്ടെ. ടീഷർട്ടിനൊക്കെ റേറ്റ് നോക്കിയട്ടെ. 99, 129, 149. 2 എടുത്താൽ 50% ഓഫ്. 99 റുപ്പീസിൻ്റെ ടീഷർട്ട് കേട്ടോ. അതൊക്കെ സെറ്റ്, അടിപൊളി. ജീൻസ് ഒന്നെടുത്താൽ 1 ഫ്രീ, അടിപൊളി. പാൻറ് ഒന്നെടുത്താൽ 1 ഫ്രീ. അപ്പോൾ എല്ലാവരും ഇവിടെ വരുമ്പോൾ എവിടെയാണ് എന്തിനു വരുന്നത്? വിശാൽ മെഗാ മാർട്ട് അല്ല, ഡൽഹി NCR ബോർഡറാണ്. അപ്പോൾ ഇതിൻ്റെ പേര് മേജർ ഡൽഹി UP ബോർഡർ. രാജേന്ദ്ര നഗർ സെക്ടർ 5ലാണ് ഇത്. ചീപ്പ് റേറ്റ് ആണ്. ഇവിടെ കര വരുന്നുണ്ടെങ്കിൽ ഒന്ന് പർച്ചേസ്, അടിപൊളി റേറ്റ് സാധനം. എവിടെയും ടീഷർട്ട്സ് ഉണ്ട്. അതിൻ്റെ പ്രൈസിങ് ഒക്കെ എഴുതിയിട്ടുണ്ട്. താഴത്ത് 49, 70, 39 എന്താ ടീഷർട്ട് കണ്ടിട്ടാണ്. എല്ലാ സാധനവും ഉണ്ട് കേട്ടോ. പല റേറ്റിൽ എഴുതിച്ചിട്ട് അതിൽ പലതര കളക്ഷൻസ് ഉണ്ട്. നമുക്ക് എടുക്കണമെന്നുണ്ട്, പക്ഷേ ജേഴ്സി ക്ലോത്തിൽ ഏതാ കിട്ടുമോ നോക്കാം, അതാണ് നല്ലത്. നോക്കട്ടെ, പർച്ചേസ് ചെയ്യാം. അപ്പോൾ അതെ, ഈ ഒരു ടീഷർട്ട് 99 റുപ്പീസാണ്. ഒരു 2 എടുത്തുണ്ട്. ഈ ഒരു 2 കളർ എടുത്തുണ്ട് 99. എന്തായാലും വെറൈറ്റി ആവട്ടെ വെച്ച് എന്തായാലും പലതരം കളേഴ്സ് ഉണ്ട്. അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് വന്നിട്ട് പർച്ചേസ് ചെയ്താൽ കിട്ടും. എല്ലാ കളറും സാധനമുണ്ട്. എന്തായാലും ഞാൻ 2 എടുത്ത്. भैया इधर वाइट शर्ट है. ബെറ്റർ പ്ലസ് സൈക്കിളിന് മാച്ച് അത്. അതാണ് ഡാമേജസ് ഉണ്ടാവും. അതാണ് ഈ ബിൽഡറ്റിന് പോലെ അത് ഓണാക്കും. ഇതിന്റെ സാധനം താണ്, അതാ ഇവിടെ വന്ന അതൊക്കെ പറഞ്ഞു. ഇവിടെ വന്ന ഇതെല്ലാം കാണാം. ഇതൊക്കെയാണ് ഇവിടെയുള്ള മിക്സർ സെക്ഷൻസ് വേണമെങ്കിൽ പറയാം. പിന്നെ കൂൾ ഡ്രിങ്ക്സ്, ജ്യൂസ് എല്ലാം ഉണ്ട് ഇവിടെ. ഇവിടെ വന്നാൽ എല്ലാം കിട്ടും. ബിസ്ക്കറ്റ്, ചോക്ലേറ്റ്സ്, അച്ചാറ്, വെറൈറ്റി അച്ചാറുണ്ട് കുറേ. ഇഷ്ടമുള്ള എടുക്കാം. ഇംഗ്ലി ട്രീ, മിക്സ്ഡ് പിക്കിൾ, ബട്ടർ, ജാം, പാസ്ത, മാഗി,
സോപ്പുള്ളൂ, തുണി കഴുകുന്ന സോപ്പ് എല്ലാം. പേസ്റ്റ്, മൗത്ത് വാഷ്, സോപ്സ്. പല പല പൾസസ് ഉണ്ട് ഇവിടെ. പാക്കറ്റ്സ് വേണമെങ്കിൽ പാക്കറ്റ്സ് എടുക്കാം, ലൂസ് വേണമെങ്കിൽ ലൂസായിട്ട് എടുക്കാം. ഷാംപൂ സെക്ഷൻ. താഴോട്ട് പോയാൽ ലേഡീസ് സെക്ഷനാണ്. ഇത് ജാം ഇവിടെ കിട്ടാൻ പാടായിരിക്കും. ഇതെന്ത്, ഇതെല്ലാം ജാമല്ലേ? കുളിക്കുന്ന സോപ്പ് വേണമെങ്കിൽ അത് അവിടെയാ. കുളിക്കുന്ന സോപ്പ് അലക്കണമുണ്ട്, ഇനി അലക്കാനും നേരം പോയില്ല. സോപ്പ് കുളിക്കില്ലല്ലോ. എന്തിനാ സോപ്പ് മേടിക്കുന്നേ? കുളിക്കില്ല, സോപ്പ് മേടിക്ക. കുളിച്ചപ്പോ ബോധശയ. ഇത് അവിടെ വെച്ചോ, നമുക്ക് മലയാളി കടയിൽ നിന്ന് മേടിക്കാം. ഒരാള് കാണാതായിട്ടുണ്ട്. ഒരാളെ കാണാനില്ല, എവിടെ പോയെന്നറിയില്ല. തപ്പണ്ടി വരും. പുതിയ പേര് വെച്ചതാ. ആരാ? പൂഞ്ഞിക്കര. പൂഞ്ഞിക്കര. എവിടെ പോയാന്തോ, കാണാനേ ഇല്ല. ഇതാണോ ദോ പോന്ന കാണാതായ ആളെ കാണാം. ദോ പോന്നു മിസ്റ്റർ പൂഞ്ഞിക്കര. ഹലോ. വേറൊരു പ്രാന്തൻ. ഓംവിളി. മറ്റേ മാഗ്നറ്റ് മാറി. എടുത്തിട്ടും മതിയാവുന്നില്ല ആർക്കും. Let's go. മേളിൽ കാണുന്ന മെട്രോ സ്റ്റേഷനാണ്. പക്ഷെ ഒരു ട്രെയിനിനെ കാണാനില്ല, മെട്രോനെ കാണാൻ. മെട്രോ ഇല്ല, കാണാനില്ല. നമ്മള് പർച്ചേസ് ഒക്കെ ചെയ്ത് കാണാറില്ല, വെളിച്ച കുറവായിരിക്കും. ഇപ്പൊ കാട്ടോ
ഈ ഒരു ജാക്കറ്റ് എടുത്ത് 899 വരും. പിന്നെ ഇവിടെ ഒന്നുണ്ട്, അത് 899. അപ്പോൾ അതെല്ലാം നമ്മൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവിടെ നേരെ വേറെ എന്തൊക്കെ പോകാനുള്ള പരിപാടി പോകട്ടെ. അപ്പോൾ ഇത് നേരെ മുകളിൽ കാണുന്നത് റെയിൽവേ സ്റ്റേഷനാട്ടോ. എല്ലാം അതാ ഡൊമിനോസ് ഒക്കെ ഉണ്ട് കേട്ടോ. അതെ കണ്ടോ. എന്തായാലും നമുക്ക് നേരെ പോവാം. നമ്മുടെ താഹിർ കുറേ ആയി പറയുന്നത് പാവ് ബജി കഴിക്കണം. അപ്പോൾ ഓനെ പാവ് ബജി തീറ്റിക്കാൻ വേണ്ടി കൊണ്ടുപോകണം. പിന്നെ ഞാൻ പറഞ്ഞ ഡൊമിനോസ് ഇതാട്ടോ. അപ്പോൾ ആർക്ക് പിസൊക്കെ വയ്ക്കണമെങ്കിൽ എല്ലാ സാധനം ഉണ്ട്. കുറച്ച് മീറ്റർ പോയ KFC ഉണ്ടല്ലേ. എവിടെ KFC, ഡൊമിനോസ്, മാക്ഡൊണാൾഡ്, പിന്നെ ബർഗർ കിങ്. ഇവിടെ ഒന്നത് ബർഗർ കിങ് അല്ല, ബർഗർ കിങ് ആണ് ഈ ഒരു ഏരിയയിലൊക്കെ അധികം വരുന്നത്. ഇവിടെ മാക്ഡൊണാൾഡ്സ് വന്നതാ, പക്ഷെ അവർക്ക് അറിയിട്ടില്ല സ്ഥലം. ഇവിടെ ശരിക്കും ഇവിടെ കേരളം വിട്ടതിന് ശേഷം KFC, ഈ ബർഗർ കിങ് ഒക്കെ കണ്ടു. നമ്മുടെ നാട്ടിൽ പോയി കഴിഞ്ഞാൽ KFCക്ക് അപരനായിട്ട് ചിക്കിങ് ഉണ്ട്. ചിക്കി. ഈ ബർഗർ കിങ്ങിന് അപരനായിട്ട് ബർഗർ ലോഞ്ച് ഉണ്ട്. അതൊക്കെ പക്ഷെ ഇവിടെ കൂടുതൽ ഇങ്ങനെ ചെറിയ കച്ചവടക്കാരിങ്ങനെ മുകളിലോട്ട് കയറി വരത്തില്ല. ഈ വലിയ വലിയ ബ്രാൻഡ്സ് ഒക്കെ ചിക്കിങ് ആണെങ്കിൽ ദുബായിലും വരുന്നുണ്ട്. പക്ഷെ ആൾക്കാർ ഇവിടത്തെക്കാളും കൂടുതൽ ദുബായിലുള്ളത് നാട്ടിലാണ്. നമ്മുടെ മലയാളികളാണ് ഏറ്റവും കൂടുതൽ ദുബായിലുള്ളത്. അപ്പോൾ അവർക്ക് അവിടുത്തെ ടേസ്റ്റ്. ഞങ്ങൾ തന്നെ ഞങ്ങളുടെ ഫ്രോസൺ ഫുഡ് കേരളത്തിൽ അയക്കുന്നത് അവിടെ കൂടുതലും ഈ NRIs ആണ്. അതുകൊണ്ടാണ്. അതെ, ഇതെന്താ പാവ് ബജി. ഇവിടെയാണ്. അപ്പോൾ അതെ പാവ് ബജി ഇവിടെ കേട്ടോ. എന്തായാലും പാവ് ബജി ആക്കി ചെക്കൻ്റെ പൂരി തീർക്കണമല്ലോ. പാവല്ലേ, കുറേ ആയി തുടങ്ങിയിട്ട്. എപ്പം തുടങ്ങിയിട്ട് അറിയാം പാവ് ബജിക്ക് എന്തൊക്കെ ഉണ്ട്. ഫുള്ള് സ്വീറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. സെറ്റ് സ്ഥലം. ഇതാണ് ബംഗാളി സ്വീറ്റ്. രസഗുല്ല എന്ന് പറയും. പിന്നെ റോസഗുല്ല എന്ന് പറയും ബംഗാളില്. പിന്നെ രസഗുല്ല. പിന്നെ ഇത് ശരിക്കും നമ്മളെ ഇതല്ലേ ഗുലാബ് ജാമുൻ. ഗുലാബ് ജാമുൻ പോലെയാണ്, പക്ഷെ ഇത് വൈറ്റ് രസഗുല്ല എന്നാ പറയാം. പിന്നെ ഇത് നമ്മുടെ രസ്മലായി എന്ന് പറയും. ഈ ഇതിന്റെ തന്നെ സാധനം സ്പഞ്ച് പോലെ ആയിരിക്കും, പക്ഷെ ഈ കേസറൊക്കെ ഇട്ട മിൽക്കില്ലേ അതിലുണ്ടാക്കേണ്ടതാണ്. പിന്നെ ഇത് മോസ്റ്റ് ഫേമസ് ആട്ടോ. ഇത് കഴിഞ്ഞിട്ട് ഇതാ നമ്മുടെ ഷാഹി ജാമുൻ, ഗുലാബ് ജാമുൻ, രാജ്ഭോഗ്, രസഗുല്ല, പിന്നെ ക്യാരറ്റ് ഹൽവ, ദാൽ ഹൽവ. ഇതൊക്കെ ഭയങ്കര ഫേമസ് ഐറ്റംസ് ആണ് ഇവിടുത്തെ. പിന്നെ നമ്മുടെ ഈ ജലേബി ഇല്ലേ, ഇത് പനീർ ഇല്ലേ, പനീർ ജലേബി, ഇമൃത്തി. ഇത് വേറെ ഡിഫറെന്റ് ടൈപ്പ് ജലേബി. അത് ഡിഫറെന്റ്, അത് പനീറൊട്ട് ഒക്കെ ഉണ്ടാക്കുന്നതാണ്. ഇത് ബിക്കാനേർ എന്ന് പറഞ്ഞാൽ രാജസ്ഥാനി, മെയിൻ രാജസ്ഥാനിലാണ്. അപ്പോൾ കുറേ വെറൈറ്റീസ് ഉണ്ട്. സൈഡിലൊക്കെ കേട്ടോ. അപ്പോൾ ഇവരുടേതായ കുറെ പ്രൊഡക്ട്സ് ആണ് ഇത്. അച്ചാറ്, പിന്നെ സ്വീറ്റ്സ്. നമ്മുടെ പേടല്ലേ ഇത്? പേട പോലത്തെ തന്നെ സാധനമാണ്. പേടല്ല അങ്ങനെ തന്നെ. ഇത് ലഡു അല്ലേ? ഇത് മോസ്റ്റ് ഫേമസ് സോന പാക്ക്, എവർഗ്രീൻ സോന പാപ്പഡ്. ഓക്കെ, ഇത് ഏറ്റവും ഫേമസ് ആണ് സോന പാപ്പഡ്. ഇതിങ്ങനെ പാക്കറ്റിൽ തരാം. എന്തായാലും ജി ഗുലാബ് ജാമുൻ ഓർഡർ അല്ല പാവ് ബജി അല്ലേ. ഇവരുടെ നോർത്ത് ഇന്ത്യൻ താലി പ്ലാറ്റേഴ്സ് ഇതൊക്കെ. ഇത് നോർത്ത് ഇന്ത്യൻ ഫുഡാണ് എല്ലാം. ഇത് ചൈനീസ്, ഇറ്റാലിയൻ, അത് ഇതൊക്കെ. പിന്നെ ചപ്പാത്തി, ചാട്ട് സ്നാക്സിലാണ് വരാം. പിന്നെ ചീപ്പാണ്, പക്ഷെ താലിയിലൊക്കെ പോകുമ്പോൾ ക്വാളിറ്റി ഉണ്ട്. പിന്നെ ക്വാണ്ടിറ്റി കുറവായിരിക്കും, ബട്ട് ക്വാളിറ്റി ഉണ്ടാവും. ഇത് ഇങ്ങനെയാണ്. ഇത് മെയിൻലി ഇത് അതാണ് രാജസ്ഥാനി ബേസ്ഡ് ആണ്. ഇത് ബിക്കാനേർ വാല. ഇതെന്താ സാധനം? ഇത് രാജ് കച്ചോറി എന്ന് പറയും. ഇത് പണ്ടത്തെ രാജാവൊക്കെ തിന്നോടുന്ന ഭയങ്കര മധുരമുള്ള ഡിഷാണ്. മധുരം പിന്നെ സ്പൈസ് എല്ലാം മിക്സ് ചെയ്തിട്ടാ. ഇത് ഈ പച്ചക്കള്ള ചട്നി. ഇത് എരിവുള്ളതാ, ഇത് മധുരമുള്ളതാ. തൈര്, ഒരുതരം ചട്നിയാ. പിന്നെ ഇതില് സേവ് എന്ന് പറയും. അങ്ങനെ പൊട്ടാറ്റോ, കടല ഒക്കെ ഇട്ടതാ ഇത്.
ഓക്കെ ഇങ്ങനെ ദേ, കണ്ടോ കൈ ഇതിൻ്റെ അകത്ത് കുറെ പരിപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ മധുരമുള്ളതാണ്. പിന്നെ നമ്മളെ പാവ് ബജി എന്താന്ന് പറയണ്ടെന്ന് അറിയില്ല, എന്തായാലും ഇത് കഴിക്കട്ടെ. ഓക്കെ, അപ്പോൾ നമ്മൾ കുറേ പറഞ്ഞു എന്തായാലും വരാതെ കഴിഞ്ഞ് പറഞ്ഞ് ലോഗോ ക്രിയേറ്റ് ചെയ്യണമെന്ന്. അപ്പോൾ ഫൈനലി ഇന്നിപ്പോൾ നമുക്ക് ലോഗോ ഒക്കെ റെഡി ആയിട്ട് എന്തായാലും കാണട്ടെ. നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇതാണിപ്പോൾ നമ്മുടെ ഇനി മുതലുള്ളൊരു ലോഗോ. കുറേ ആൾക്കാർ പറഞ്ഞ ലോഗോ ഒക്കെ എന്തായാലും കുറച്ച് ഇതൊക്കെ ആക്കിയിട്ട് നല്ല വൃത്തിയിൽ തന്നെ എൻ്റെ ഒരു പിക്ചർ ലോഗോ ഉണ്ട്. ചിലപ്പം മനസ്സിലാവുണ്ടെങ്കിൽ ഞാനെന്താ ഫോട്ടോ ചെയ്യാനും സെയിം ആണെന്ന് മനസ്സിലാവുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് നമ്മൾ സ്റ്റിക്കറായിട്ട് ഇറക്കണമായിരിക്കാം. ആർക്കെങ്കിലൊക്കെ വേണമെങ്കിൽ ഞാൻ വേറെ വയ്യൊക്കെ തെറ്റ്. അപ്പോൾ എന്തായാലും നമ്മുടെ ലോഗോ റെഡി. ഇനി മുതൽ നമ്മുടെ ചാനൽ ഈ ഒരു ലോഗോയിലായിരിക്കും അറിയപ്പെടാം. ഓക്കെ, അപ്പോൾ നമ്മൾ പാവ് ബജി കഴിക്കാൻ വന്നതാണ്. അപ്പോൾ എന്തായാലും പാവ് ബജി കാര്യങ്ങളൊക്കെ കഴിച്ച് ഇപ്പോൾ നേരെ നമ്മൾ മുടി കെട്ടാൻ വന്നതാണ്. മുടി കെട്ടാം. കണ്ടോളൂ, കൊല്ലം കണ്ടോളൂ. ഇതാണ് ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥ. കുറെ ആൾക്കാർ മെസ്സേജിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് വൃത്തിയിൽ നടക്കണത്. അപ്പോൾ എന്തായാലും നല്ല വൃത്തിയിലാണ്. നമ്മൾ മുടിയൊക്കെ വെട്ടി നോക്കിയിട്ട് ഫോട്ടോസ് കാട്ടിത്തരാം. ഇതിനിടെ കൂടെ ഒരു വിറ്റുണ്ട്. ഇവിടെ മുടി കെട്ടണ ഇവിടെ താടി ഇല്ലാത്ത മനുഷ്യൻ താടി പഠിക്കുന്നത്. ഇവിടെ വേറൊരു മനുഷ്യൻ ഒന്ന് ഇരുന്നോ ഏതാ താടിയില്ല, വീശല്ല, മുടിയില്ല. ആരും ഭാഷ അറിയാതെ മുടി കെട്ടുന്നത് യൂട്യൂബ് ചാനൽ ജന്മണ്ട് മുടി കിട്ടൂല. അപ്പൊ തന്നെ നമ്മളിതേ ഫുഡൊക്കെ കഴിച്ച് നേരെ കുളിച്ചൊക്കെ മാറ്റിയത് രണ്ടോ ഇവിടെ കിടക്കടാ. ഒന്ന് കിടക്കടാ, ഒന്ന് ഇതിനുള്ളിൽ കയറി കിടക്കുന്നുണ്ട്, ഒന്ന് ഇവിടെ ഫോൺ കളിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും നേരെ ഒക്കെ പാക്ക് ചെയ്യണം. സൈക്കിള് കുറെ വീട്ടിൽ കംപ്ലൈന്റ്സ് വന്നിട്ട് ഒന്ന് ശരിയാക്കണം. കുറച്ച് ഉറക്കത്തിലല്ലോ. ഞങ്ങളെ മിലിറ്ററിയിലെടുത്തു. ഒന്ന് കാട്ടി തരാ വീട്ടുകാരൻ. ഒന്ന് ഇതോ ഒന്ന് കാട്ടി കൊടുക്കാനാ. ഞങ്ങളെ മിലിറ്ററിയിലെടുത്തു. താടി ഞാൻ ജവാൻ. ഇത് സംബന്ധിച്ച് നമ്മളെ അതേ സിൽവർ തീരണോ മമ്മൂട്ടിന്റെ മൂപ്പര് സ്കൂൾ സാറായിട്ട് സിൽവർ അഭിനയിക്കാറുണ്ടല്ലോ, ബെസ്റ്റ് ആക്ടറോ. ആ അതില് മൂപ്പര് പോയിട്ട് കടന്നുറങ്ങണ്ടല്ലോ, ബാർബർ ഷോപ്പിൽ പോയിട്ട് ഉറങ്ങിയിട്ട് കണ്ണുറക്കുമ്പോ കോലൊക്കെ മാറുണ്ടല്ലോ, അതേപോലെ സംഭവിച്ചത് കേട്ടോ. വീശ പോയി, താടി പോയി, മുടി പോയി, ഒക്കെ പോയി. കുറച്ച് ലുക്ക് കൂടിട്ടോ. എന്ത് ചെയ്താലും ഇപ്പൊ വരെ നമ്മളെ ചായലിന്റെ അച്ഛനും അമ്മയും വിളിക്കുന്നത് ബൊട്ടേന്നാണ്. പിന്നെ നമ്മള് പൂജിക്കാർ അവിടെ ഉണ്ട്. അപ്പൊ തന്നെ നമുക്ക് പൂഞ്ഞിക്കര പോകട്ടെ ദുബായിക്ക് നാളെ. സൈക്കിൾ പോട്ടെ. പാകിസ്ഥാൻ വിസ കിട്ടിയിട്ട് പോട്ടെ. സെക്കൻഡ് ഗിയറിലേ ഓടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ തന്നെ നമ്മള് ഫുഡൊക്കെ ഇനിയിപ്പോ കിടന്നുറങ്ങട്ടെ. നാളെ രാവിലെ പോകാനുള്ള പരിപാടി അടിപൊളി അടിപൊളി ഫുഡ്. നാട്ടിന്ന് പോന്നേരെ ചോറ്, ഇന്ന് അപ്പം, ബീഫല്ല പോത്ത്. അതന്നെ ബീഫ് പൂജർച്ചി. പോത്തിനാണ് ബീഫ് എന്ന് അറിയില്ലേ, നാട്ടിലെ ആടിനറിയില്ലേ. അപ്പൊ എന്തായാലും വീഡിയോ വിളിച്ച് നിർത്തുകയാണ്. അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.